തങ്ങളുടെ ദുഷ്ടമാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിന്റെ കൂടെ തന്നെ കോടിക്കണക്കിന് രൂപ ഏതെല്ലാം മാർഗത്തോട് സമ്പാദിക്കാമോ എല്ലാ അവിഹിത മാർഗങ്ങളിലൂടെയും പണമുണ്ടാക്കുക, എങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുക, എന്നിട്ട് സമ്പന്നനാകുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ ഭൂരിഭാഗവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ തരവില്ല. അധികാരം നേടുക, സമ്പത്ത് നേടുക, അന്യനെ ഉപദ്രവിക്കുക, അങ്ങനെ അവ പ്രവൃത്തികളിലൂടെ ലോകത്തെയും മറ്റുള്ളവരെയും വെറുപ്പിച്ചുകൊണ്ട് ഈ ലോകത്തില് ഞാനാണ് വലിയവനെന്ന് കാണിച്ചുകൊണ്ട് മുന്നേറുന്ന മനുഷ്യ സഹോദര സഹോദരി, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവനെ ദൈവം എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനെ എടുക്കും. അപ്പോൾ നിങ്ങളെ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ എവിടെ, എന്ത് സംഭവിക്കും? വിശുദ്ധ ബൈബിളിൽ ലൂക്കായ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ദൂതപുത്രന്റെ ഒരു കഥയുണ്ട്. അതിന് പ്രകാരം പറയുന്നു, ഒരു അപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയവൻ പരിസരത്തെല്ലാം നേടിക്കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അങ്ങനെ അതെല്ലാം ദൂർത്തടിച്ചു. മദ്യപാനവും മദിരാശ